ഇസ്രായേലുമായുള്ള യുദ്ധം കടുക്കവെ തന്ത്രം മാറ്റുകയാണ് ഇറാൻ. ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ശേഷം ഇറാന്റെ എണ്ണ കയറ്റുമതിയിൽ വലിയ വർധനവുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധം നിലനിൽക്കുന്ന ഇറാൻ എങ്ങനെയാണ് എണ്ണ കൂടുതൽ കയറ്റുമതി ചെയ്യുക എന്ന ചോദ്യമാണ് ഇതിലൂടെ ഉയരുന്നത്. അതിനിടെ ഇറാൻ അതിർത്തിയോട് ചേർന്ന മേഖലയിൽ നിന്നും 3 വിമാനങ്ങൾ അപ്രത്യക്ഷമായി എന്ന വിവരവും പുറത്തുവരികയാണ്. ചൈനയിൽ നിന്നും ആയുധങ്ങളുമായി എത്തിയ വിമാനങ്ങളാണ് ഇത് എന്നാണ് സ്ഥിരീകരിക്കപ്പെടാത്തൊരു റിപ്പോർട്ട്. ഇറാനുമായി അടുപ്പം സൂക്ഷിക്കുന്ന രാജ്യമാണ് ചൈന. ഇവർ ഇറാനെ രഹസ്യമായി സഹായിച്ചേക്കുമെന്ന അഭിപ്രായങ്ങൾ ഉയർന്നു വരികയും വിമാനങ്ങൾ സംബന്ധിച്ച വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇറാനെതിരെ ഇസ്രായേൽ സൈന്യം ആക്രമണം തുടങ്ങിയത്. എന്നാൽ തൊട്ടടുത്ത ദിവസം മുതൽ ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതി വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എണ്ണ കപ്പലുകളുടെ യാത്ര നിരീക്ഷിക്കുന്ന ട്രാങ്കർടാറ്റർ ഡാറ്റ ഉദ്ധരിച്ച് റിപ്പോർട്ട് വന്നു. ഇറാന്റെ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയാണ്. എണ്ണ കയറ്റുമതിയിൽ ഇറാൻ 44% വർദ്ധിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട്. യുദ്ധ സാഹചര്യത്തിൽ പരമാവധി വരുമാനമുണ്ടാക്കുന്നതാണ് ലക്ഷ്യമെന്നും സൂചനയുണ്ട്. ഏതാനും ദിവസങ്ങളായി ഓരോ ദിവസവും ഇറാൻ 23.3 ലക്ഷം ബാരൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നുണ്ടത്രേ. കഴിഞ്ഞ ഒരു വർഷത്തെ എണ്ണ കയറ്റുമതി പരിശോധിച്ചാൽ ജൂൺ 13 ശേഷം 44% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ വേളയിൽ ക്രൂഡ് ഓയിൽ വില വൻതോതിലാണ് ഉയർന്നിരിക്കുന്നത്. എന്നാൽ പിന്നീട് ഉയർന്ന തോതിൽ കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇറാന്റെ വർദ്ധിച്ച കയറ്റുമതിയാണ്. ഇറാന്റെ എണ്ണയുടെ പകുതിയിൽ അധികവും ചൈനയിൽ നിന്നാണ് വാങ്ങുന്നത്. ചൈനയിലെ സ്വകാര്യ കമ്പനികൾ ആണത്രേ എണ്ണ വാങ്ങിക്കൂട്ടുന്നത്. പകരം ചൈനയുടെ ഭക്ഷ്യവസ്തുക്കളും മറ്റും ഇറാന് നൽകുന്നുണ്ട് എന്നാണ് മറ്റൊരു വസ്തുത. ചൈനയുടെ 3 വിമാനം എവിടെ പോയി? ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രം ഇതുവരെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുമില്ല. ചൈനയുടെ 3 വിമാനം എവിടെ പോയി? ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രം ഇതുവരെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുമില്ല. അങ്ങനെ സംഭവിച്ചാൽ എണ്ണവില വർദ്ധിച്ചേക്കും. ഗാർഗ് ദ്വീപിലുള്ള ടെർമിനലിൽ നിന്നാണ് ഇറാന്റെ പ്രധാനമായും എണ്ണ കയറ്റുമതി ചെയ്യുന്നത്. തൊട്ടടുത്താണ് ഹോർമൂസ് കടലിടുക്കും. യുദ്ധം ശക്തമായാൽ ഹോർമൂസ് വഴിയുള്ള ചരക്കു കടത്ത് തടയുമെന്നും ഇറാൻ പറഞ്ഞിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ എണ്ണവില വർദ്ധിക്കുകയും ചെയ്യും. അതിനിടെയാണ് ചൈനയിൽ നിന്നും പുറപ്പെട്ട 3 വിമാനങ്ങൾ റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി എന്നുള്ളൊരു വാർത്തയും വരുന്നത്. റഡാർ 24 ഉദ്ധരിച്ച് ടെലഗ്രാഫ് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ചൈനയിൽ നിന്നും ഇറാനിലേക്കുള്ള ആയുധങ്ങളായിരുന്നു ഇതിൽ എന്നാണ് പ്രചാരണം. പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പറന്നുയർന്ന വിമാനം വടക്കൻ ചൈനയിലൂടെ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ കടന്ന ശേഷം ഇറാൻ അതിർത്തിയിൽ വെച്ച് റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി എന്നാണ് വാർത്ത. അതേസമയം തന്നെ പശ്ചിമേഷ്യയിൽ അമേരിക്ക ചില രഹസ്യ നീക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. മേഖലയിൽ 19 ഇടങ്ങളിലാണ് അമേരിക്കയ്ക്ക് സേനാ താവളങ്ങളുള്ളത്. GCCയിലെ മിക്ക രാജ്യങ്ങളിലും അമേരിക്കൻ സൈനികരുണ്ട്. കൂടാതെ ഇറാഖ്, സിറിയ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലും US സൈന്യം ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. മേഖലയുടെ സുരക്ഷയ്ക്ക് എന്ന പേരിലാണ് സൈനികരെ അമേരിക്ക നിർത്തിയിരിക്കുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങിയതോടെ അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഒരു ഭാഗത്ത് ചർച്ചയുടെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഇറാനെ ആക്രമിക്കുമെന്ന സൂചനയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നുണ്ട്. ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനിയോട് കീഴടങ്ങാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനിടെയാണ് ഖത്തറിലും ബഹ്റൈനിലും അമേരിക്കയിലും രഹസ്യ നീക്കം നടക്കുന്നത്. അമേരിക്കൻ സൈനിക വിമാനങ്ങളും കപ്പലുകളും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നു എന്നാണ് മറ്റൊരു റിപ്പോർട്ട്. റോയിട്ടേഴ്സ്, അസോസിയേഷൻസ് പ്രസ് എന്നീ ഏജൻസികൾ ഈ വാർത്ത നൽകിയിട്ടുമുണ്ട്. യുദ്ധത്തിൽ അമേരിക്ക ഇടപെടാൻ പോകുന്നു എന്ന സൂചനയായി ഇതിനെ കാണുന്നുമുണ്ട്. അതേസമയം തന്നെ ഇറാന്റെ ആക്രമണത്തിൽ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകളാണ് എന്നും പറയപ്പെടുന്നുമുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈന്യം ഏറ്റവും കൂടുതലുള്ളത് ഖത്തറിലാണ്. ദോഹയ്ക്ക് പുറത്തുള്ള അൽ ഉദൈദ് വ്യോമതാവളത്തിൽ 13,000-ൽ അധികം അമേരിക്കൻ സൈനികരുണ്ട് എന്നാണ് വിവരം. ഇറാഖിലും സിറിയയിലും അമേരിക്ക നടത്തിയ പല സൈനിക നീക്കങ്ങളിലും നിയന്ത്രിച്ചിരിക്കുന്നത് അൽ ഉദൈദ് വ്യോമതാവളത്തിൽ വെച്ചായിരുന്നു അത്രേ. ഇറാന്റെ മുന്നറിയിപ്പ് ഇങ്ങനെ ഒരു വ്യോമതാവളത്തിൽ അമേരിക്കൻ സൈനിക വിമാനങ്ങൾ നിരയായി പാർക്ക് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വിമാനവും കാണുന്നില്ല. പ്ലാനറ്റ് ലാബ്സ് PBCയുടെ ഉപഗ്രഹ ചിത്രം പരിശോധിച്ചാണ് PV ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൈനിക യാത്ര, അതുപോലെ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയെല്ലാം നേരത്തെ വരിയായി നിർത്തിയിട്ടിരുന്നു. അമേരിക്കൻ സൈന്യം ഇക്കാര്യത്തിൽ
ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിച്ചിട്ടുമില്ല. എന്നാൽ വിമാനങ്ങളും കപ്പലുകളും നീക്കി എന്ന് 2 അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ടും ചെയ്തിരുന്നു. വ്യോമതാവളം കാലിയാക്കിയത് ഇറാന്റെ ആക്രമണ സാധ്യതയുള്ളതിനാലാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തങ്ങളെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് നേരത്തെ ഇറാൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ബഹ്റൈനിലെ അമേരിക്കയുടെ നാവിക കേന്ദ്രങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. US നേവിയുടെ 5ാം ഫ്ലീറ്റ് ആസ്ഥാനത്ത് നിരവധി കപ്പലുകൾ നങ്കൂലമിടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഒന്നും കാണുന്നില്ല എന്നാണ് വാർത്ത വരുന്നത്. അമേരിക്ക വൈകാതെ ഇറാനെ ആക്രമിക്കുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ വേളയിൽ ഇറാന് തിരിച്ചടി നൽകുന്ന പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളായിരിക്കും. ഇത് ഗൾഫ് മേഖലയ്ക്ക് മൊത്തം ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഖത്തറും ഒമാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾ സമാധാന ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്.